ഇതിനകത്തുള്ള എല്ലാ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനും പോകുന്നത് എന്താണ് ടോർ നെറ്റ്വർക്ക് വഴിയാണ്. നമ്മുടെ ടെയിൽസിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്ന ആപ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ ബ്ലോവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരുടെ അനോണിമിറ്റി, അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഹലോ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് അനോണിമിറ്റിയുടെയും പ്രൈവസിയുടെയും അവസാന വായ്ക്കായിട്ടുള്ള ടെയിൽസ് വോയിസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ടെയിൽസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ടെയിൽസ് വോയിസ് എന്ന് പറയുന്നത് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എന്താണ് ഒരു പോർട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു USB ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഏതൊരു സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റും. ആ ഒരു USB ഇജക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ അത് യൂസ് ചെയ്തെന്നുള്ള ട്രേസ് പോലും അവിടെ ഉണ്ടായിരിക്കില്ല. സോ ഹൈലി സെക്യൂർ ആണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനും പോകുന്നത് എന്താണ് ടോർ നെറ്റ്വർക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഹൈലി സെക്യൂറും അനോണിമസും ആയിരിക്കും. സോ നമുക്ക് നേരെ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യമേ അതിനെന്താണ് ഇതിൻ്റെ IMG ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇതിപ്പോൾ ഞാൻ ഒഫീഷ്യൽ ടെയിൽസിൻ്റെ പേജിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ ടെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടോട്ട് പോവുക. അവിടെ പോയതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് ടെയിൽസ് ഒൺലി ഫോർ USB സ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. 1.9 GB ഒരു സൈസുള്ള ഫയൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യണം. ഇനി നമുക്ക് എന്താണ് ഈ ഒരു IMG ഫയൽ എന്താണ് ഒരു USB-യിലേക്ക് റൈറ്റ് ചെയ്യണം, എന്നിട്ട് ബൂട്ടബിൾ പെൻ ഡ്രൈവ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്താണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ടെയിൽസിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് ബെലിനേച്ചറാണ്. ബെലിനേച്ചർ പക്ഷേ ഡൗൺലോഡ് ചെയ്യുന്ന സൈസ് കൂടുതലാണ്, മാത്രമല്ല അതിൻ്റെ വാലിഡേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലാഷ് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 MB മാത്രം സൈസുള്ള, ഏകദേശം 2 MB സൈസുള്ള 1.9 MB സൈസുള്ള റൂഫസ് ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്താണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റൂഫസ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇതാണ് റൂഫസിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്താണ് ഓൾറെഡി എൻ്റെ പെൻഡ്രൈവ് ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് 16 GB. ഓക്കെ, ഇത് ഈ ഒരു സംഭവം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് മിനിമം 8 GB മെമ്മറി ഉള്ള ഒരു പെൻഡ്രൈവ് ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ 16 GB പെൻഡ്രൈവ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി എന്താണ് റെക്കഗ്നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ബൂട്ട് സെലക്ഷൻ എന്ന ഭാഗത്ത് സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ IMG ഫയൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്താണ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിനകത്തുള്ള എല്ലാ ഡേറ്റയും എറൈസ് ആവും. ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത ശേഷം എന്താണ് നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത ശേഷം നമുക്ക് എന്താണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ബൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബയോസിൽ ചിലപ്പോൾ ഒരു സെറ്റപ്പ് ചെയ്യേണ്ടി വരും, അതായത് സെക്യൂർ ബൂട്ട് ഒന്ന് ഡിസേബിൾ ചെയ്യേണ്ടി വരും. ഇൻ കേസ് വല്ല രീതിയിൽ ബൂട്ട് ചെയ്യുമ്പം പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ സിസ്റ്റത്തിലും എന്താണ് ഇത് ഡിഫറൻ്റ് ആയിരിക്കും, ബയോസിൽ എൻ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ബൂട്ട് മാനേജറിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി എന്താണ് മെയിൻ വെൻഡേഴ്സിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതാണ്, മെയിനായിട്ടുള്ള ലാപ്ടോപ്പ് മാനുഫാക്ചേഴ്സ് ഉണ്ടല്ലോ HP ഒക്കെ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ടേബിൾ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് അത് നോക്കി ചെയ്യാം. ഓക്കെ, നമുക്കിനി ലാപ്ടോപ്പ് ഷട്ട് ഓൺ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ബൂട്ടബിൾ പെൻഡ്രൈവ് സെറ്റ് ആക്കി തന്നെ എന്താണ് നിങ്ങൾ ജസ്റ്റ് സിസ്റ്റം ഷട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഷട്ട് ഓൺ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സിസ്റ്റം ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ ബയോസിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എൻ്റെ ഇപ്പം ബയോസ് ഇപ്പോൾ എൻ്റെ Acer ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ബയോസിലേക്ക് എൻ്റർ ചെയ്യുക F2 ആണ്. ഓക്കെ, ഞാനിപ്പോൾ F2 നോക്കിയപ്പോൾ എന്താണ് ബയോസിലേക്ക് ഞാൻ എൻ്റർ ആയി കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ എനിക്ക് കുറച്ച് സെറ്റിങ്സ് മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ എന്താണ് ഇവിടെ ബൂട്ട് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ബൂട്ട് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരുന്നുണ്ട്. അവിടെ സെക്യൂർ ബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് സെക്യൂർ ബൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ലാപ്ടോപ്സിലും ഇത് എനേബിൾഡ് ആയിരിക്കും. ഓക്കെ, ചില സമയത്ത് ചില ലാപ്ടോപ്പുകളിൽ ഈ ഒരു സംഭവം എനേബിൾ ആയി കിടക്കുകയാണ്, അതായത് സെക്യൂർ ബൂട്ട് എനേബിൾ ആയി കിടക്കുകയാണെങ്കിൽ എന്താണ് പ്രോപ്പറായിട്ട് നമുക്ക് ടെയിൽസിലേക്ക് ബൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇൻ കേസ് ഇത് എനേബിൾഡ് എന്നാണ് കിടക്കുന്നത്, ഇപ്പം എന്താണ് ഇപ്പം ഇതേപോലെ എനേബിൾഡ് എന്നാണ് കിടക്കുന്നത്, ജസ്റ്റ് അതിലേക്ക് പോവുക, ഡിസേബിൾഡ് ആക്കുക. ഓക്കെ, ഓരോ ലാപ്ടോപ്പിനും ഓരോ മാനുഫാക്ചർ അനുസരിച്ച് എന്താണ് ഇതിൻ്റെ ബയോസിന് മാറ്റം വരും. അപ്പം എങ്ങനെ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്യാന്നുള്ളത് ജസ്റ്റ് എന്താണ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, എന്താണ് ഇവിടെ ജസ്റ്റ് സേവ് ചെയ്യണം. ഈ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സേവ് ചെയ്യാനായിട്ട് എന്താണ് F4 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് F4 കൊടുക്കുന്നു, S കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ് എനിക്ക് ബൂട്ട് മാനേജറിലേക്ക് കയറണം. ഓക്കെ, ബൂട്ട് മാനേജർ കേട്ട് എന്താണ് ബൂട്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ ബൂട്ട് മാനേജർ കീ എന്ന് പറയുന്നത് F12 ആണ്. ഞാൻ എന്താണ് F12 വെക്കുമ്പോൾ എന്താണ് എനിക്കിപ്പം ബൂട്ട് മാനേജർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ എന്താണ് ഒന്നാമത് കിടക്കുന്ന എൻ്റെ SSD ആണ്, അതിനകത്താണ് ഇപ്പം വിൻഡോസ് കിടക്കുന്നത്. ഞാനിപ്പോൾ എന്താണ് ജസ്റ്റ് ഇപ്പം സാൻഡിസ്ക് ഞാനിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെൻഡ്രൈവ് ആണ്, അത് ജസ്റ്റ് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടെയിൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ എൻ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ടെയിൽസ് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, നമ്മുടെ ടെയിൽസ് ലോഡ് ആയിട്ടുണ്ട്. ടെയിൽസ് ലോഡായി കഴിയുമ്പോൾ നമുക്ക് ഇതേ കണക്കത്തെ വെൽക്കം ടു ടെയിൽസ് എന്ന് പറഞ്ഞൊരു പേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് കീബോർഡ് ലേഔട്ടും ഫോർമാറ്റും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ശ്രദ്ധിക്കാനായിട്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ക്രിയേറ്റ് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് എന്ന്. അതായത് എന്താണ് USB എജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ഷട്ട് ഡൗൺ ചെയ്യുക എന്ന് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം എറൈസ് ആയി പോകും. അതിൻ്റെ ഒരു ട്രേസും ഉണ്ടായിരിക്കത്തില്ല. അതാണ് ടെയിൽസ് OSന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്താണ് ചില കൺഫിഗറേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ചില ആപ്ലിക്കേഷൻ ഒക്കെ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ക്രിയേറ്റ് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പം ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ അഡീഷണൽ സെറ്റിംഗ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇൻ കേസ് അതായത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഓഫായിട്ട് തന്നെ വിട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സൂഡോ പെർമിഷൻ ഉപയോഗിച്ചൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതെന്താ സർഫ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യാനും ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചെറിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇല്ലെങ്കിൽ സൂഡോ വർക്ക് ആവില്ല, നമുക്ക് റൂട്ട് പ്രിവിലേജ് കിട്ടത്തില്ല. ഓക്കെ, ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ടെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടെയിൽസിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആപ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ടോർ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓണിയൻ ഷെയർ കാണാൻ പറ്റും. ഈ ഓണിയൻ ഷെയർ എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ചൊരു ഫുൾ വീഡിയോ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ടോർ എങ്ങനെയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വൈഫൈ നെറ്റ്വർക്ക് എടുക്കുന്നു. വൈഫൈ ഓൾറെഡി ഓൺ ആണ്, ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഈ വൈഫൈ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടില്ലാണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പോപ്പ് വന്നിട്ടുണ്ടല്ലേ, നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് ടോറിലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വൈഫൈ ആക്സസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഫയർവാൾ കൺഫിഗർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത ശേഷം ഈ ടോറിലേക്ക് കണക്ട് ചെയ്ത ശേഷം മാത്രം എന്താണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഈ ഒരു OSലേക്ക് കിട്ടും. അതായത് ഇതിൽ നിന്ന് പോകുന്ന ഓരോ പാക്കറ്റുകളും എന്താണ് ടോറിലൂടെ മാത്രമേ പോകാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സമ്മതിക്കൂ, അല്ലാതെ ഇന്റർനെറ്റ് ഇതിൽ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ജസ്റ്റ് എന്താണ് കണക്ട് ഓട്ടോമാറ്റിക്കലി ടോർ കൊടുത്തതാണ്. ഓക്കെ, ജസ്റ്റ് എന്താണ് ഓട്ടോമാറ്റിക്കലി കണക്ട്. ഓക്കെ, നിങ്ങൾ ഡാർക്ക് വെബ് സർഫ് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓണിയൻ ഷെയറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ ബ്ലോവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ അനോണിമിറ്റി അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഓണിയൻ ഷെയർ പോലെ. ഓക്കെ, ഇത് നമുക്ക് എന്താണ് ഇവിടെ ഓൾറെഡി എന്താണ് കണക്ട് ആയ ശേഷം എന്താണ് സ്റ്റാർട്ട് ടോർ ബ്രൗസർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ ഞാൻ കാണിച്ചതെന്ന് അറിയത്തില്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺസേഫ് ബ്രൗസർ വന്ന് നമ്മുടെ നോർമൽ ബ്രൗസർ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ബട്ട് നോട്ട് റെക്കമെൻഡഡ് ആണ്. നിങ്ങളിപ്പം ഇത് ടോർ കണക്ട് ആയതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ടോർ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.